ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബിൽ കുറച്ച് അടീനിയം പൂക്കൾ കാണിച്ചു തരാം കേട്ടോ. പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ പുതിയ മൊട്ടുകൾ വന്ന് പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങി അടീനിയത്തിലൊക്കെ. അപ്പം നല്ല ഭംഗിയുള്ള പൂക്കൾ. അപ്പം ഞാനതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ അടീനിയം പൂക്കളൊക്കെ കാണിക്കുന്നത്. ഒരുപാട് പൂക്കളും മുട്ടുകളൊക്കെ വന്നു തുടങ്ങി പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷമേ. പ്രൂണിങ് നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ വന്ന് അടീനിയത്തിൽ പൂക്കൾ നിറയും. പ്രൂണിങ് ചെയ്ത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ട ഈ വൈറ്റിലൊക്കെ നോക്കിയാൽ എന്തോരം പൂക്കളാണ്. സിംഗിൾ പെറ്റലായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ട് 3-4 ചട്ടിയിൽ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗിയുണ്ട്. ഇതും നാടൻ അടീനിയാണ്. പക്ഷേ എന്താ ഭംഗി നോക്കിയേ, നിറയെ പൂത്ത് നിൽക്കണ് കാണാനായിട്ട്. ഇത് ഞാൻ ബോൺസായി ആക്കി വളർത്തി വെച്ചിരിക്കുന്നുണ്ട്. ഹൈറ്റൊന്നും ഇല്ലാണ്ട് പ്രൂൺ ചെയ്ത് വെച്ചിട്ട് കടേര അവിടെ നിന്ന് തൊട്ട് ഇതിൽ പൂക്കൾ വരും. അതാണ് ഈ ഒരു അടീനിയത്തിൻ്റെ പ്രത്യേകത. ഇതെന്ന് വെച്ചാൽ ഇതിന് വലിയ പൂക്കളാണ്, ഭയങ്കര വലിയ പൂക്കളാണ് ഈ ഒരു അടീനിയത്തിൽ. നാടൻ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ, ചുവപ്പ് കളറിൽ. അപ്പം എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ എത്ര ടൈപ്പാണ്. ഇത് നല്ലൊരു റെഡാണ്, ഡബിൾ പെറ്റലായിട്ടുള്ള അടീനിയാണ്, കാണാൻ നല്ല ഭംഗിന്. ഇതും ഡബിൾ പെറ്റലാണ്. ഇത് ഞാൻ വാങ്ങി വെച്ച അടീനിയാണ് കേട്ടോ. ഇതിലും കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചതാണ്, 250 രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇപ്പം അടുത്തൊന്നും വാങ്ങിയതല്ല, ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അടീനിയ എൻ്റെ കയ്യിൽ. ഇതിൻ്റെ 2 കളറുണ്ട് എൻ്റെ കയ്യിൽ. മറ്റേതിൽ ഇപ്പോൾ പൂവില്ല, ഇതിൽ മാത്രമേ പൂവുള്ളൂ. ഇത് നോക്കി അടുത്തൊരു വെറൈറ്റി എന്താ ഭംഗി നോക്കിയേ. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഒരേ പൂവിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ എല്ലാതും ചുവന്ന അടീനിയാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. എല്ലാത്തിനും പ്രത്യേകതയുണ്ട്.